അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനല്ലായി. അവർ വിദ്യാർത്ഥികളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു വിദ്യാർത്ഥിയല്ലായി. അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായി. അവർ തൊഴിലാളികളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു തൊഴിലാളിയല്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. പക്ഷേ അപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും അവശേഷിച്ചിട്ടില്ല. സ്വാഗതം. ഇത് ജോസ്കോ ജുവല്ലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പവർ. ഈ ദിവസത്തെ നോബൽ ഗൈഡ് ആദരണീയയായ ശ്രീമതി ഭാഗ്യലക്ഷ്മി. നമസ്കാരം. IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ. ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു കവിതയാണ്. കവികൾ അങ്ങനെയാണ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടി മിണ്ടുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, ശ്വസിക്കുന്നവരാണ്. 1000 കരവാളങ്ങളെക്കാൾ കരുത്തുള്ളതാണ് അവരുടെ കയ്യിലെ തൂലിക. ഞാൻ സ്വാഗതം ചെയ്യുന്നു എഴുതിയും ചൊല്ലിയും പറഞ്ഞും പാടിയും കരഞ്ഞും മലയാളികളുടെ ഹൃദയമിടുപ്പുകളിലേക്ക് ഒരു തീക്കാറ്റ് പോലെ പടർന്നു കയറിയ കവിയെ, നിങ്ങൾക്ക് പ്രിയങ്കരനായ ശ്രീ മുരുകൻ കാട്ടാക്കട എന്ന നമ്മുടെ ഈ ദിവസത്തെ അതിഥി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദര സുഹൃത്തും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമാണ് ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമ്മുടെ പുതിയ തലമുറയുടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നറിയുന്ന സന്തോഷമാണ് സത്യത്തിൽ അശ്വമേധം വീണ്ടും വരുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അശ്വമേധം കാണാൻ അവസരമുണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ശ്രീ മുരുകൻ കാട്ടാക്കടയെ നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വമേധത്തിന്റെ വേദിയിലേക്ക്. സർ, പ്ലീസ് വാക്ക് ഇൻ. വളരെ ദീർഘമായ ഒരു യാത്രയ്ക്കൊടുവിലാണ് താങ്കൾ ഇന്ന് തിരുവനന്തപുരത്ത്. വിദേശ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ കവിയരങ്ങായിരുന്നു അല്ലേ? മലയാളികളുടെ ഓണം എപ്പോഴും പ്രവാസികളുടെ ഓണം കുറച്ച് താമസിച്ചു. ഓണം പരിപാടി, ഓണം കവിതകളും മറ്റുമായി കവിതയായിട്ട് വരുള്ളൂ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അശ്വമേധം തിരികെ എത്തുന്നു. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി. ഈ ദിവസത്തെ അധ്യായത്തിൽ ഞങ്ങളുടെ ഏറ്റവും വിലപിടിച്ച അതിഥിയാണ് താങ്കൾ. കാരണം താങ്കൾ ജനമനസ്സിൽ അത്രത്തോളം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന കവിയാണ്. എനിക്ക് വലിയ സന്തോഷം. കാരണം നമ്മൾ 10, 12, 14 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ അശ്വമേധം കൈരളിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ അശ്വമേധം എന്ന് പേര് കൊടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇങ്ങനെ ഈ കാര്യം ചെയ്തിരുന്നു. നമ്മൾ വൈകുന്നേരങ്ങളിൽ, സന്ധ്യകളിൽ ഇടപഴകുമ്പോൾ, ഇരിക്കുമ്പോൾ, വർത്തമാനം പറയുമ്പോഴെല്ലാം നമ്മൾ ഓരോ ആളുകളെ കണ്ടെത്തുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരെ കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ നൊസ്റ്റാൾജിയ എനിക്കുണ്ട്. താങ്കൾ ഈ കസേരയിൽ ഇരിക്കണം, അശ്വമേധത്തിൽ ഏർപ്പെടണം, ആ പറഞ്ഞ നൊസ്റ്റാൾജിയ വീണ്ടും പങ്കുവയ്ക്കണം. പക്ഷെ അതിനു മുൻപ് ഈ പുതിയ രൂപഭാവങ്ങളിൽ ഉള്ള റൗണ്ടുകളുണ്ട്. യാഗം കടന്നു വേണം യജ്ഞം എന്ന വിപരീത സമസ്യയിലേക്ക് എത്താൻ പുതിയ മത്സര രീതി. യാഗഭൂമിയിലേക്ക് ശ്രീ മുരുകൻ കാട്ടാക്കട. കവിതയുടെ കനലരിയുന്ന കാലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ശ്രീ മുരുകൻ കാട്ടാക്കടയോടൊപ്പം നമുക്ക് പ്രവേശിക്കാം യാഗം. യാഗം. അശ്വമേധത്തിലെ ആദ്യ ചുവടായ യാഗത്തിൽ മത്സരാർത്ഥി അഭിമുഖീകരിക്കേണ്ടത് 3 റൗണ്ടുകളാണ്. ആദ്യ ബൗളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് 1000 രൂപ ലഭിക്കും. ശരിയുത്തരം പറഞ്ഞ മത്സരാർത്ഥി രണ്ടാമത്തെ ബൗളിലേക്ക് നീങ്ങും. ഗ്രാൻഡ് മാസ്റ്ററുടെ ചോദ്യത്തോടൊപ്പമുള്ള 2 സൂചനകളിൽ നിന്നും ശരിയുത്തരം പറഞ്ഞാൽ ലഭിക്കുന്നത് 2500 രൂപയാണ്. മൂന്നാമത്തെ ബൗളിൽ ചടങ്ങുകൾ ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ, പക്ഷേ ഉത്തരത്തിനായുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ സൂചന 3 മാറും. ഇവിടെ ജയിച്ചാൽ ലഭിക്കുന്നത് 5000 രൂപയാണ്. 4ാം റൗണ്ടിൽ ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ മേഖലയിൽ 10000ന് മുൻപേ പരാജയപ്പെട്ടാൽ 1000 രൂപ മാത്രമേ ലഭിക്കൂ. ജയിച്ചാൽ മത്സരം തുടരാം, അല്ലെങ്കിൽ 10000 രൂപയുമായി പിൻവാങ്ങാം. ശ്രീ മുരുകൻ, ആ സ്ഫടിക ഗോളത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കുറിപ്പ്, ഒരു തുണ്ട് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും എടുക്കാം അല്ലേ? ഏതെങ്കിലും.
എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? മാധ്യമങ്ങൾ. മീഡിയ, മാധ്യമങ്ങൾ. മാധ്യമങ്ങളെക്കുറിച്ച് ഞാനൊരു മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വാചകം പറയുന്നു. അത് ശരിയോ തെറ്റോ എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. റെഡി? റെഡി. വളരെ എളുപ്പമുള്ള ഒരു വാചകമാണ്. സ്വാഭാവികമായും ശരിയോ തെറ്റോ എന്നല്ല, അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ അങ്ങേക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത്. ശരിയോ തെറ്റോ? തീർച്ചയായും ശരി. താങ്കൾ പറഞ്ഞ ഉത്തരം തീർച്ചയായും 100% ശരി തന്നെയാണ്. ബംഗാൾ ഗസറ്റ് എന്ന ഭാരതത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ആരംഭിച്ചത് J.A. ഹിക്കി തന്നെയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയുടെ ക്യാഷ് അവാർഡാണ് ആദ്യം താങ്കളെ തേടിയെത്തിയത്. നന്ദി. കൺഗ്രാറ്റ്സ്. ഇനി അടുത്ത ആ വിഷയം തിരികെ നിക്ഷേപിച്ചതിന് ശേഷം അടുത്ത ബൗളിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കാം. 2500 രൂപ വിലമതിപ്പുള്ള ചോദ്യത്തിൽ എടുക്കണം. ലോക ചരിത്രം. ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അത് ഞാൻ 2 ഉത്തരങ്ങൾ നൽകുന്നു. അതിൽ ശരിയായ ഉത്തരം ഏത് എന്ന് മാത്രമാണ് താങ്കൾ കണ്ടെത്തേണ്ടത്. ചോദ്യം വളരെ ലളിതമായ ഒന്ന് തന്നെയാണ് ഇക്കുറിയും. താഴെ പറയുന്നവരിൽ, ഞാൻ ഇനി പറയുന്നവരിൽ ആരായിരുന്നു മെൻഷെവിക് കാരനായ ഭരണാധികാരി? അലക്സാണ്ടർ കെറൻസ്കി, ബർക്കുമിൻ. റഷ്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അലക്സാണ്ടർ കെറൻസ്കി ശരിയായ ഉത്തരം തന്നെയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപ താങ്കൾക്ക് സ്വന്തം. ആ വിഷയം തിരികെ നിക്ഷേപിക്കാം. മൂന്നാമത്തെ ഒരു ചെറിയ കടമ്പയിലേക്ക്, 5000 രൂപയുടെ കടമ്പയിലേക്ക് വരാം പ്ലീസ്. നോവൽ. മനോഹരമായൊരു വിഷയമാണ് നോവൽ. ആയിക്കോട്ടെ, നമുക്ക് പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനുമായി വർത്തമാനകാലത്തിൽ ഒരുപാട് ആളുകളോട് സൗമ്യമായി സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും പുരസ്കൃതനാവുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ്റെ കൃതിയുമായി ബന്ധപ്പെട്ടാകാം. ആരാണ് സ്പന്ദമാപിനികളെ നന്ദി എഴുതിയത്? ചോയ്സ് 1 C. രാധാകൃഷ്ണൻ, ചോയ്സ് 2 ആനന്ദ്, ചോയ്സ് 3 മുകുന്ദൻ. തീർച്ചയായും C. രാധാകൃഷ്ണൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്കൾ പറഞ്ഞ ഉത്തരം 100% ശരി തന്നെയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10000 രൂപയുടെ സമ്മാനത്തിനു വേണ്ടി ഇപ്പോൾ താങ്കൾ 5000 രൂപ നേടിക്കഴിഞ്ഞു. ഇനി 10000 രൂപയുടെ സമ്മാനത്തിനു വേണ്ടി ഒരു കാഴ്ച കടമ്പ, ഒരു കാഴ്ച കാണാം. ആഹാ, കന്നഡയാണ്. മലയാളികളുടെ മനസ്സിൽ കന്നഡ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കടയാണ്, അല്ലേ? എല്ലാവർക്കും തിമിരം പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുക്കുമ്പോൾ നമുക്കൊക്കെ കന്നഡ വേണം. പക്ഷെ ഈ മനുഷ്യന്റെ കണ്ണുകൾക്ക് 1000 കാഴ്ചശക്തി ഉണ്ടായിരുന്നു. സാധാരണ മനുഷ്യരുടെ, നിസ്വരായ ജനങ്ങളുടെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിഞ്ഞ കണ്ണുകളാണിത്. ഈ കണ്ണുകൾ ആരുടേതാണ് എന്ന് പറയാം? എനിക്ക് തോന്നുന്നത് മലയാളികൾ നെഞ്ചിലേറ്റിയ സരസനായ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ E.K. നായനാറാണെന്ന് തോന്നുന്നു. 2001 ജൂൺ മാസം 25-ാം തീയതി അശ്വമേധം എന്ന വിപരീത സമസ്യ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മുൻ മുഖ്യമന്ത്രി ശ്രീ E.K. നായനാരുടെ കണ്ണുകൾ തന്നെയാണ് ആ കണ്ണുകൾ. വളരെ സന്തോഷം. ശ്രീ മുരുകൻ കാട്ടാക്കട സരസനായ മുഖ്യമന്ത്രി എന്ന് ശ്രീ E.K. നായനാരെ വിശേഷിപ്പിച്ചു. നിറഞ്ഞ ഒരു മനസ്സിന് മാത്രമേ ആ മനസ്സിൽ ബാല്യം സൂക്ഷിക്കാൻ കഴിയൂ. ഒരിക്കലും വിട്ടുമാറാത്ത കുട്ടിത്തവും നിഷ്കളങ്കത നിറഞ്ഞ മനസ്സുമായി അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മോടൊപ്പമുണ്ട്. 10000 രൂപ നേടിക്കഴിഞ്ഞ ശ്രീ മുരുകൻ കാട്ടാക്കട ഈ ഹോട്ട് സീറ്റിലേക്ക് എത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. കവിതയും കാര്യങ്ങളുമായി, ചിന്തയും ചിരിയുമായി നമ്മുടെ പ്രിയങ്കരനായ കവി ശ്രീ മുരുകൻ കാട്ടാക്കട ഈ യജ്ഞഭൂമിയിലേക്ക് എത്തുമോ? ലെറ്റ്സ് സീ ദ കൗണ്ട് ഡൗൺ. Thumbs up is the sign. Sir, please walk in.
മുരുകൻ കാട്ടാക്കട യജ്ഞത്തിലേക്ക് വരുന്നുണ്ടോ, പിൻവാങ്ങുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അശ്വമേധം കളിക്കാനാണല്ലോ നമ്മൾ വന്നത് തന്നെ, അല്ലേ? ആ ബൗളിൽ നിന്ന് ഒരു വിഷയം താങ്കൾക്ക് എടുക്കാം. അതെന്താണെന്ന് എന്നോട് പറയണ്ട, അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ലല്ലോ അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര് താങ്കൾ വിചാരിക്കും. താങ്കൾക്ക് 6 തവണയോളം കമ്പ്യൂട്ടറിൻ്റെ സഹായമുണ്ട് ഉത്തരം പറയാൻ. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 60-ന് ശേഷം മരിച്ചോ 65-ന് ശേഷം മരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഓർത്തിരിക്കണമെന്നില്ല. കമ്പ്യൂട്ടർ സഹായമുണ്ട് പുതിയ അശ്വമേധത്തിൽ മത്സരാർത്ഥിക്ക്. ഒപ്പം ശ്രീമതി ഭാഗ്യലക്ഷ്മി താങ്കൾക്ക് വിജയവഴികളിൽ ശക്തമായ പിന്തുണയുമായി നോബൽ ഗൈഡായുണ്ട്. പ്ലീസ്. കരളെരിയുന്ന കാലത്തിൽ കവിതയുടെ വസന്തം വിടർത്തുന്നു ശ്രീ മുരുകൻ കാട്ടാക്കട. നമ്മൾ പ്രവേശിക്കും അദ്ദേഹത്തോടൊപ്പം. യജ്ഞം. യജ്ഞത്തിൽ 3 റൗണ്ടുകളാണ് ഉള്ളത്. ആദ്യ ബൗളിൽ നിന്നും എടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ മത്സരാർത്ഥി ആലോചിക്കേണ്ടത്. 25,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 2,500 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 2ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സംഭവമാണ്. 50,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അടുത്ത പടിയിലേക്ക്, പരാജയപ്പെട്ടാൽ 5,000 രൂപയുമായി മടങ്ങാം. യജ്ഞത്തിലെ 3ാം റൗണ്ടിൽ മത്സരാർത്ഥി ചിന്തിക്കേണ്ടത് ബൗളിലെ വിഷയത്തിൽ നിന്നും അതിനോടനുബന്ധിച്ച ഒരു സ്ഥലമാണ്. 1,00,000 രൂപയ്ക്ക് അർഹമാകുന്ന ഈ റൗണ്ടിൽ ജയിച്ചാൽ അന്തിമ മേഖലയായ രാജസൂയത്തിലേക്ക് കടക്കാം. പരാജയപ്പെട്ടാൽ 10,000 രൂപയുമായി പുറത്തേക്ക്, പിൻവാങ്ങിയാൽ 25,000 രൂപ. സോ അങ്ങനെ നമ്മൾ ആ വിപരീത സമസ്യയെ ആരംഭിക്കും. അതിനു മുൻപ് ശ്രീ മുരുകൻ കാട്ടാക്കട നിർദ്ദേശിച്ച വ്യക്തിയെ നോബൽ ഗൈഡായ ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുന്നു. തീർച്ചയായും അംഗീകരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള സ്ഥിതിവിവര കണക്കുകളിൽ സംശയം ഉണ്ടായാൽ അദ്ദേഹത്തിന് 6 തവണ വരെ സഹായിക്കാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സന്നദ്ധമാണോ? തീർച്ചയായും റെഡിയാണ്. സോ പ്രിയപ്പെട്ട സുഹൃത്തെ, മലയാളിക്ക് പ്രിയങ്കരനായ കവിമിത്രം ശ്രീ മുരുകൻ കാട്ടാക്കടയ്ക്ക് ആദരവോടെ ഈ ഹോട്ട് സീറ്റിലേക്ക്. സോ ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, അതൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട്. എനിക്ക് ആദ്യം ആവശ്യം നെല്ലിക്ക ആണ്. നെല്ലിക്ക ഉണ്ടോ കയ്യിൽ? നെല്ലിക്ക കഴിച്ച് തന്നെ കുട്ടികൾ വളരണം. നെല്ലിക്ക അറിഞ്ഞും അനുഭവിച്ചും തന്നെ വളരണം. ഇപ്പോൾ പല പല കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നെല്ലിക്ക പോലെയാണ്. അവർക്ക് ആദ്യം പറഞ്ഞാൽ അത് കഴിക്കും, പിന്നെ മധുരിക്കും. അപ്പോൾ എനിക്കൊരു നെല്ലിക്ക തരാൻ മാർഗമുണ്ടോ? തരാം, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാണ് ജി എസുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനും കവിത എല്ലാം. കാരണം അതൊക്കെ വലിയ വലിയ ഓർമ്മകളിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു കവി എന്ന നിലയിൽ, ഒരു പെർഫോമർ എന്ന നിലയിൽ, വെറും കവിയല്ലാതെ കവിത ചൊല്ലുന്നൊരു കവി എന്ന നിലയിലുള്ള എൻ്റെ ഈ വളർച്ചയിൽ നമ്മുടെ യാത്രകളും ചർച്ചകളും ഒക്കെ ഒരുപാട് സഹായിച്ചു പലതരത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതുകൊണ്ട് തന്നെ അശ്വമേധത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സ്വന്തമായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നെല്ലിക്ക എന്ന കവിതയല്ല, നെല്ലിക്ക അല്ലേ? നെല്ലിക്ക ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയാണ്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ, ചിറകുബന്ധു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടലുണ്ണി. ഓർത്തുവയ്ക്കാനൊത്തിരി കഥ ബാക്കിയെന്നുണ്ണി,
ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുന്നീ. ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. അങ്ങനെയാണ്, ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായി മണൽ കുഴികൾ. ആറുകളും ആത്മഹത്യ ചെയ്തു പോകുന്നു അല്ലേ? ആത്മഹത്യ ചെയ്തു പോകുന്ന പുഴയുടെ വിലാപവും മുരുകൻ എഴുതിയിട്ടുണ്ട്. കൺമുന്നിലെ കാഴ്ചകൾ, സമൂഹത്തിൻ്റെ നൊമ്പരങ്ങൾ, ഇവയെല്ലാം പടർത്തി മുരുകൻ എഴുതുന്ന കവിതകൾക്ക് തിളക്കവും തെളിച്ചവും. പത്മതീർത്ഥ കുളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു മനസ്സിൻ്റെ സമനില തെറ്റിയ ഒരാൾ മറ്റൊരാളെ കൊല ചെയ്യുന്നത് കണ്ടുകൊണ്ടു നിന്നു കാഴ്ചക്കാരായി ജനം. തത്സമയ സംപ്രേഷണം ചെയ്ത് ചില ചാനൽ ക്യാമറകൾ അത് ആഘോഷിക്കുകയും ചെയ്തു. അന്ന് മുരുകൻ എഴുതി ഉണരാത്ത പത്മതീർത്ഥങ്ങളെ കുറിച്ച് രണ്ടു വരി ചൊല്ലാമോ? ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. അതെ, അത് പിന്നെ സുരേഷ് അല്ലേ പയ്യന്റെ പേര്? അയാൾ അവസാനം പറഞ്ഞു, അയാൾ പറഞ്ഞ വാചകം അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആർക്കും. എൻ്റെ അമ്മയെയും അച്ഛനെയും ഇറച്ചി വെച്ച് എന്നെ കൊണ്ട് കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് സുരേഷിന് ഓർമ്മ വരുന്നത്. അന്ന് നമ്മൾ ഈ അശ്വമാധം കളിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് GS ആണ്. അവൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ്. ഞാൻ പിന്നെ നെന്മാറയിൽ, പാലക്കാട്ട് നെന്മാറയിൽ വെച്ച് പുള്ളിയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഈ കവിത ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ഒരു കവിത എൻ്റെ വൃത്തം പൂർത്തിയാക്കിയെന്ന് വിചാരിക്കുന്ന ഒരു കവിതയാണ് ഈ ഉണരാത്ത പത്മതീർത്ഥങ്ങൾ. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിൻ്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകുളത്തിൽ. തുടങ്ങാം. തീർച്ചയായും. വർഷങ്ങൾക്ക് മുമ്പ് 97-ലും 96-ലുമൊക്കെ മുരുകന്റെ ഇരുചക്ര വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ കളിച്ചിരുന്ന അതേ അശ്വമേധത്തിന്റെ നൊസ്റ്റാൾജിയ, ആ ഗ്രഹാതുരത്വം മനസ്സിൽ നിറച്ചുകൊണ്ട് എൻ്റെ ആദ്യ ചോദ്യം. താങ്കൾ വിചാരിച്ചത് ഒരു പുരുഷൻ ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് ആ ലൈഫ് ലൈൻ വേണ്ടി വരും. ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല, ജീവിച്ചിരിപ്പുണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ആണ്. രാഷ്ട്രീയമാണോ പ്രധാനം? രാഷ്ട്രീയമുണ്ട്, എന്നാലും പ്രധാന മേഖല രാഷ്ട്രീയമല്ല. അല്ല. സാഹിത്യം? ആണ്. ഇന്ത്യൻ? തീർച്ചയായും. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? ആണ്. 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 തമിഴ്നാട്? അല്ല. 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 മലയാളി അല്ല എന്ന് പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു. കർണാടകമാണോ? കന്നഡ സാഹിത്യമാണോ? കർണാടകം? അല്ല. അല്ല. ശരി. 10 ചോദ്യങ്ങൾ. പണ്ടാണെങ്കിൽ എനിക്ക് ഇനി 11 ചോദ്യങ്ങൾ കൂടിയുണ്ട്, പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം എനിക്ക് 18 ചോദ്യങ്ങളെ ചോദിക്കാവൂ. അദ്ദേഹം ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഇനിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു ഉപകാരം ചെയ്യണം. കൈകൾ നഷ്ടപ്പെട്ടു പോയ ബാഗ്ദാദിലെ ആ ബാലനെ ഒന്ന് ഓർമ്മിക്കാൻ ആ 4 വരി ഒന്ന് ചൊല്ലുക. അലി ഇസ്മയിൽ അല്ലേ? അലി ഇസ്മയിൽ. ഇരുപാർശ്വങ്ങൾ മുറിഞ്ഞ കുരിശായ ഒരു ബാല്യം, നിറ കണ്ണു തുടയ്ക്കാൻ വരമായൊരു കൈ, പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുരശയ്യയിലാർദ്രം. ഇത് ബാഗ്ദാദാണ്. അമ്മ പറഞ്ഞു ഒരു അറബിക് കഥയിലെ ബാഗ്ദാദ്. അദ്ദേഹം പ്രാദേശിക ഭാഷയിലാണോ രചന നടത്തിയിരുന്നത്? രണ്ടും ഉണ്ടായിരുന്നു. പ്രധാനമായും പ്രാദേശിക ഭാഷയിൽ തന്നെയാണ്, റീജിയണൽ ലാംഗ്വേജിൽ തന്നെയാണ്. കവിതയായിരുന്നോ പ്രധാനം അദ്ദേഹത്തിന്റെ മേഖല? അല്ല. അല്ല. നാടകം? നാടകവുമല്ല. അല്ല. ചെറുകഥയോ നോവലോ ആണോ? ആണ്. ലേഖനങ്ങൾ ഇവയെല്ലാം പ്രധാനമാണ്. പ്രത്യേക വിഭാഗത്തിനെ സ്വാധീനിക്കുന്നതാണ്.
പ്രതിനിധാനം ചെയ്തു. അതൊന്നും പറയരുത്. എന്തായാലും അദ്ദേഹം തെലുങ്ക് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാകണം. അദ്ദേഹം ദളിതർക്കു വേണ്ടി സംസാരിക്കാറുണ്ടോ ഉച്ചത്തിൽ? തീർച്ചയായും ഉണ്ട്. അദ്ദേഹത്തിന്റെ വിരലടയാളവും കാഞ്ച ഏലയ്യയുടെ വിരലടയാളവും ഒരുപോലെയാണ്. ഒന്നായിരുന്നു. ഒന്ന് തന്നെയായിരുന്നു. സോ താങ്കൾ വിചാരിച്ചത് കാഞ്ച ഏലയ്യയാണ്. തീർച്ചയായും വളരെ നല്ല തിരഞ്ഞെടുപ്പാണ്. മാത്രമല്ല ഈ അവസരത്തിൽ മറ്റൊന്നെനിക്ക് ചർച്ച ചെയ്യാനുണ്ട്. പാമ, തമിഴ് എഴുത്തുകാരി പാമ. നമ്മുടെ മലയാളത്തിലെ വായനക്കാർ കൂടുതൽ ആഴത്തിൽ കാഞ്ച ഏലയ്യൊക്കെ കാണുന്നത് പോലെ കൂടുതൽ ആഴത്തിൽ പാമയുടെ കൃതികൾ, സംഗതി, കരിക്ക് മുതലായ കൃതികൾ വായിക്കാൻ താല്പര്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാഞ്ച ഐലയ്യ ആന്ധ്രാപ്രദേശിലെ വാറങ്കൽ ജില്ലയിൽ 1952 ജനിച്ചു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമാണ് ഇദ്ദേഹം. വൈ ഐ ആം നോട്ട് എ ഹിന്ദു, ഗോഡാസ് പൊളിറ്റിക്കൽ ഫിലോസഫർ, ബുദ്ധാസ് ചാലഞ്ച് ടു ബ്രാഹ്മണിസം എന്നിവയാണ് പ്രധാന പുസ്തകങ്ങൾ. സോ ശ്രീ മുരുകൻ, അല്ല ഇത് കഴിയുന്നില്ല. താങ്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു, ഞാനും. ഇത് ഞങ്ങളുടെ അശോഭഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷുമാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ ഇരിക്കും. തൽക്കാലം അതവിടെ ഇരിക്കും. എനിക്കിത് കഴിഞ്ഞിട്ടും പുറത്തിറങ്ങി നടക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും, ശ്രീ മുരുകൻ കാട്ടാക്കട അവിടെ വന്നു. പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് ചോദിക്കും. അവരെല്ലാം ചോദിക്കുന്ന ചോദ്യം, പ്രദീപ രേണുക കേൾക്കാതെ ശ്രീ മുരുകൻ കാട്ടാക്കട ആ വേദിയിൽ നിന്ന് നിങ്ങൾ യാത്രയാക്കിയാൽ പിന്നെന്താണ്, നിങ്ങൾക്ക് എന്ത് ലോജിക്കാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കവിത എഴുതിക്കോട്ടെ. തീർച്ചയായും ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി. അപ്പോൾ ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള വർത്തമാനമാണ്, ഒരു പെൺകുഞ്ഞും അമ്മയും. അപ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു. അപ്പുറം വീട്ടിലെ അപ്പുപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു. തത്തമ്മ പെണ്ണിന്റെ താറാ കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. തത്തമ്മ പെണ്ണിന്റെ താറാ കോഴിയുടെ തക്കിടി മുണ്ടന്റെ കഥ പറഞ്ഞു. മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു. മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തുകൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു. തൂക്കണാം ഗുരുവിയുടെ കഥ കേൾക്കുവാൻ അമ്മേ പോകയാണിന്നു ഞാൻ അക്കരയ്ക്ക്. തൂക്കണാം ഗുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ. തൂക്കണാം ഗുരുവിയുടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ. ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലുന്നൊരൊറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കിരിക്കുന്നൊരപ്പുപ്പൻ ചൊല്ലുന്നൊരൊറ്റ കഥയും കഥകളല്ല. ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട, ഒക്കത്തു കയറി മറിഞ്ഞിടേണ്ട. അപ്പുപ്പനും മോളും നല്ലവരെങ്കിലും അത്രയ്ക്ക് നല്ലതല്ലിന്നു കാലം. തീർച്ചയായും അതാ ഒരു ബോധം അമ്മമാർക്കുണ്ടാവണം പ്രത്യേകിച്ചും. എന്തായാലും രേണുകയിൽ കുറച്ച് പേര്. രേണുക്കേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു. പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടുമേ കശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. പിരിയുന്നു രേണുക്കേ, പിരിയുന്നു രേണുക്കേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും
കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം, നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. എന്നെങ്കിലും എവിടെ വെച്ചും കണ്ടുമുട്ടാം എന്ന വാക്കിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ സൗഹൃദം. മുരുകന്റെ കാവ്യയാത്രയിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മൾ വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന ഹൃദയങ്ങളിൽ സൗഹൃദം നിറച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ചോദിക്കുന്നു മുരുകൻ. ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഉത്തരം പറയുന്നു മുരുകൻ. പ്രഗത്ഭനായ ഒരു കവി കവിത ചൊല്ലി ആടിത്തിമിർത്ത ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി മലയാളത്തിലെ ഏറ്റവും മഹാനായ കവിയുടെ ജീവിതം കൊണ്ട് ധന്യമായ പ്രദേശത്ത് നിന്നാണ്. തോന്നയ്ക്കലിൽ നിർത്തുന്നു ദിവ്യ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വയലാർ കവിതയാണ് അശ്വമേധം. ആ കവിതയുടെ പേരിലുള്ള ഈ അറിവിൻ്റെ ജനകീയ വിപ്ലവത്തിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ്. എൻ്റെ പേര് ദിവ്യ പി നായർ. ഞാൻ കുമാരനാശാൻ്റെ ദേശമായ തോന്നയ്ക്കൽ നിന്ന് വരുന്നു. ആദ്യ സ്റ്റേജിൽ തന്നെ എനിക്കിതിൽ സെലക്ഷൻ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. GS പ്രദീപ് സാറിനെ പോലെയുള്ള ഒരു വേഴ്സറ്റൈൽ ജീനിയസിൻ്റെ മുന്നിൽ മത്സരിക്കാൻ ഇരിക്കുക എന്ന് തന്നെയാണ് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ മുഴുവൻ തുകയും വിൻ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ദിവ്യ, പ്ലീസ് വാക്ക് ഇൻ. ദിവ്യ തോന്നയ്ക്കലിൽ നിന്നാണ് എത്തിയത്. ദിവ്യ മത്സരിക്കുന്നതിന് തൊട്ടു മുൻപ് ശ്രീ മുരുകൻ കാട്ടാക്കട കവിത കൊണ്ട് ധന്യമാക്കി ഇവിടെ. കുമാരനാശാന്റെ ജനനം കായിക്കരയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമാക്കിയ ദീപ്തമാക്കിയ പ്രദേശമാണ് തോന്നയ്ക്കൽ. എന്ത് ചെയ്യുന്നു ദിവ്യ? ഞാൻ ഒരു പ്രൈവറ്റ് സോണിൽ, അതായത് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ സാറിൻ്റെ തന്നെ ഒരു സ്ഥാപനമാണ്, അവിടെ വർക്ക് ചെയ്യുന്നു. തോന്നയ്ക്കലിൽ നിന്ന് വന്നതുകൊണ്ട് ആദ്യം തോന്നിയത് ദിവ്യയോട് കുമാരനാശാന്റെ ഒരു കവിത ചൊല്ലാമോ എന്ന് ചോദിക്കാനാണ്. ചൊല്ലാമോ? 4 വരി ആശാൻ കവിത. കരുണ. കരുണ. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തരമധുരാപുരിക്കുത്തരോപാന്തത്തിലുള്ള വിസ്തൃത രാജവീഥിതൻ കിഴക്കരുകിൽ. അപ്പോ വെറുതെ അല്ല, അക്ഷരാർത്ഥത്തിൽ തോന്നയ്ക്കൽക്കാരി തന്നെയാണ്. യാഗത്തിലേക്ക് സ്വം. കവിതയെ സ്നേഹിക്കുന്ന ദിവ്യയും ഒരുമിച്ച് നമുക്ക് കടക്കാം യാഗം. ദിവ്യ, നന്നായി കവിത ചൊല്ലി കേട്ടോ. ആ ബൗളിൽ നിന്നും പ്രാർത്ഥിച്ച് ഒരു വിഷയമുണ്ട്. എന്താണ് ദിവ്യ വായിക്കുക? മഹാഭാരതം. മഹാഭാരതമാണ് ദിവ്യയ്ക്ക് ലഭിച്ച വിഷയം. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് പറയുക. ധൃതരാഷ്ട്രർക്ക് 102 മക്കളാണ് ഉണ്ടായിരുന്നത്. ശരിയോ തെറ്റോ? ശരി. എങ്കിൽ ദിവ്യ പറഞ്ഞ ഉത്തരം ശരി എന്ന ഉത്തരം 100% ശരിയാണ്. ധൃതരാഷ്ട്രർക്ക് 102 മക്കളാണ്. കൗരവർ 100 പേർ, സഹോദരിയായ ദുശ്ശള. ഗാന്ധാരിക്ക് 101 മക്കളേ ഉള്ളൂ. ഈ പറഞ്ഞത് ധൃതരാഷ്ട്രർക്ക് ഒരു വൈശ്യ സ്ത്രീയിൽ ജനിച്ച യുയുത്സു എന്ന മകൻ കൂടിയുണ്ട്. 102 ധൃതരാഷ്ട്രരുടെ മക്കളുടെ എണ്ണം. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി 2500 രൂപയ്ക്ക് വേണ്ടി രണ്ടാം ബൗളിൽ. ആരാധനാലയങ്ങളാണ് ഇഷ്ടവിഷയമായി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം. ലോകത്തിലെ ഏറ്റവും വലിയ മുരുക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം 1 പളനി, ഉത്തരം 2 മലേഷ്യയിലെ കൊലാലംപൂരിനടുത്തുള്ള ബാക്കു കേവ്സ്. പളനിയിലാണോ മലേഷ്യയിലെ ബാറ്റു കേവ്സിലാണോ? മലേഷ്യയിലെ ബാറ്റു കേവ്സിലാണ്.
ഉത്തരം ശരിയാണ്, 100% ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുരുകക്ഷേത്രം മലേഷ്യയിലെ കൊല്ലാലംപൂരിന് കിഴക്കുവശത്തുള്ള ഈസ്റ്റിലുള്ള ബാറ്റു കേവ്സിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകക്ഷേത്രം. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ സ്വന്തമാക്കി കഴിഞ്ഞ ദിവ്യയ്ക്ക് ആ വിഷയം തിരികെ നിക്ഷേപിക്കാം. മൂന്നാമത്തെ ബൗളിലേക്ക് പ്രവേശിക്കാം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യം. ക്രിക്കറ്റ് ഇഷ്ടമാണോ? ക്രിക്കറ്റ് കാണും. ചോദ്യം ഇതാണ്: അന്തർദേശീയ ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയ കളിക്കാരൻ ആരാണ്? ചോയ്സ് 1 ചാൾസ് ബാനർമാൻ, ചോയ്സ് 2 സുനിൽ ഗാവസ്കർ, ചോയ്സ് 3 ജെഫ്രി ബോയ്കോട്ട്. ബാനർമാൻ, ഗാവസ്കർ, ബോയ്കോട്ട്. എന്തോ ക്ലൂ എന്തെങ്കിലും തരാൻ പറ്റും? ക്ലൂവോ? ക്ലൂ എന്തായാലും ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് എന്നല്ലേ പറഞ്ഞത്? ആ ഓപ്റ്റിക്കൽ ഷോപ്പിന്റെ മുകളിൽ അല്ലെങ്കിൽ അതിനടുത്ത് അദ്ദേഹത്തിന്റെ പേരിന്റെ ഒരു ഭാഗം ഉണ്ടാകും. ആരാണ്? ചാൾസ് ബാനർമാൻ. ചാൾസ് ബാനർമാൻ. ബാനർ ഉണ്ടല്ലേ കടയുടെ മുകളിൽ? ഉണ്ട്. ലോക ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയ ആൾ മാത്രമല്ല, ആദ്യത്തെ റൺസ് നേടിയതും ചാൾസ് ബാനർമാൻ തന്നെയാണ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി 4ാം കടമ്പ 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള ആ 4ാം കടമ്പ ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയാണ്. നമുക്ക് ആ കാഴ്ച കാണാം. ആദ്യം കണ്ടത് ഒരു സിനിമയുടെ നിശ്ചല ദൃശ്യമാണ്, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫാണ്. ഇത് ആ സിനിമയുടെ സൃഷ്ടാവ്. ആരാണിത്? ആ സിനിമയുടെ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹമുണ്ട് ദിവ്യയ്ക്ക്, അല്ലേ? എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധ്യമല്ല. കാരണം ഈ സിനിമയുടെ ദൃശ്യം ഇന്നില്ല. അത് ചാമ്പലായി, ഭസ്മമായി പോയി. വിഗതകുമാരനാണ് സിനിമയെങ്കിൽ ആരായിരുന്നു ആ വ്യക്തി? ജെസി ഡാനിയൽ. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരമാണ് ദിവ്യ. കൺഗ്രാറ്റുലേഷൻ. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ ദിവ്യ സ്വന്തമാക്കി കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ. ജെസി ഡാനിയൽ ജീവിച്ചിരിപ്പില്ല. വിഗതകുമാരന്റെ ചുരുളുകളും അവശേഷിക്കുന്നില്ല. കാലം മായ്ച്ചു കളയുന്നു പലപ്പോഴും മാറ്റിവെക്കേണ്ടിയിരുന്ന പല നന്മകളും. ദിവ്യ മത്സരത്തിൽ യാഗഭൂമി പിന്നിട്ടു വിജയകരമായി തന്നെ. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ സമ്മാനവും നേടിക്കഴിഞ്ഞു. കവിത ചൊല്ലിയും ഉത്തരം പറഞ്ഞും തോന്നയ്ക്കൽ നിന്നെത്തിയ ദിവ്യ യാഗം പിന്നിട്ടു. ദിവ്യയുടെ തീരുമാനം ഈ മത്സരത്തിൽ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് എന്താണ്? കൗണ്ട് ഔട്ട്. Thumbs up. Divya walking. മത്സരത്തിൽ ധീരമായി തുടരാൻ തന്നെ ദിവ്യ തീരുമാനിച്ചു, അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ആ ബൗളിൽ നിന്ന് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. വായിച്ചു നോക്കിക്കോളൂ, എന്നോട് പറയണ്ട. വളരെ ബുദ്ധിമുട്ടുണ്ടോ ആ വിഷയം? ഇല്ല. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാകണം ദിവ്യ മനസ്സിലോർക്കേണ്ടത്. ഓൾ ദി ബെസ്റ്റ്. നോബൽ ഗൈഡിനരികിലേക്ക് ദിവ്യയ്ക്ക് കടന്നു. കവിത ചൊല്ലിയും ചോദ്യങ്ങൾ ചോദിച്ചും നമുക്ക് കടക്കാം മനസ്സിന്റെ മാന്ത്രിക ചെപ്പിൽ ഒളിപ്പിച്ചു വെക്കുന്ന വ്യക്തിയുടെ പേര് കണ്ടുപിടിക്കുന്ന മേഖലയിലേക്ക്. യജ്ഞം. കോൺഫിഡന്റ് ആണ്? ഓൾ ദി ബെസ്റ്റ്. ദിവ്യ വിചാരിച്ച വ്യക്തിയെ അംഗീകരിക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. നിമി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്.
എന്ത് തുടങ്ങാം? ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും പിന്നീട്. അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ. ആശാൻ കവിത ചൊല്ലിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ആ കവിത ചൊല്ലുന്ന രീതി കണ്ടപ്പോൾ. കവിത എഴുതാറുണ്ട്. സ്വന്തം കവിത ഒരു 4 വരി ചൊല്ലൂ. ആശാനെ കുറിച്ച് എഴുതിയ കവിത. ആശാനെ കുറിച്ച് എഴുതിയ കവിത. വളരെ നല്ലത്. ഏറ്റവും നല്ല തീരുമാനം. ഈണത്താൽ സപ്താർണവം തീർത്തോരു കവേ നിന്റെ ചേണൊറ്റ കാൽപാദങ്ങൾ വന്ദിപ്പൂ സഹൃദയർ ലോകാനന്ദം ഒരേകാന്ത തപസ്യയാ വിവേകാനന്ദന്റെ ഭൂവിലേക്കാട്ടിയ മഹാകവേ നീറുന്നൊരാത്മാക്കളിൽ സ്നേഹത്തിൻ നിറമാരി വാരി വിതറി തീ പാറുന്ന കവിതയാൽ ശോകത്തിലൂടാനന്ദം വേദത്തിലൂടടരും ഭക്തി സ്നേഹഗായക നിനക്കാകട്ടെ സർവാദരം. ആശാൻ എന്ന ആശയ ഗംഭീരനെ മനസ്സാൽ ധ്യാനിച്ചു നമുക്ക് ആരംഭിക്കാം. ദിവ്യ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? ആണ്. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? ആണ്. ഭാരതീയൻ? ഇന്ത്യനാണ്. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ ആണോ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി? അല്ല. 1950 ശേഷം മരണം? 1980 ശേഷം മരണം? ലൈഫ് ലൈൻ വേണോ? ലൈഫ് ലൈൻ. 8ാമത്തെ ചോദ്യം ഒരു ലൈഫ് ലൈനാണ്. മരണം 80 ശേഷമാണ്. സോ നമ്പർ 8 റിപ്പീറ്റ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? രാഷ്ട്രീയം, കല ഇതിലൊന്നാണ്. താങ്ക് യു. രാഷ്ട്രീയമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സഹായിക്കണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയല്ലേ? ശരി. അദ്ദേഹം അധികാര സ്ഥാന പദവികളിൽ ഇരുന്നിട്ടുണ്ടോ? ഉണ്ട്. രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ആയിരുന്നു? ഇല്ല. അദ്ദേഹം ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? ഇല്ല. മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 90-ലേറെ വയസ്സുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അദ്ദേഹം 25 ബർത്ത്ഡേകൾ ജീവിച്ചിട്ടുണ്ടോ? കുറഞ്ഞത് 25 ബർത്ത്ഡേകളെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ മൊറാർജി ദേശായി ഒന്നും അല്ല മനസ്സിൽ. മൊറാർജി ദേശായി ആണോ? അദ്ദേഹം 25 ബർത്ത്ഡേ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. 25 ബർത്ത്ഡേ ജീവിക്കാത്ത ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം മൊറാർജി ദേശായി എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ ജനന തീയതി ഫെബ്രുവരി 29 ആയിരുന്നു. അദ്ദേഹം 24 പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത്ഡേ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 100 തികയണമായിരുന്നു. 25 ആകണം അല്ലേ? ഫെബ്രുവരി 29 അദ്ദേഹം ജനിച്ചത് അല്ലേ? സോ മൊറാർജി ദേശായി ഗുജറാത്തിലെ ബോൾസാർ ജില്ലയിൽ 1896 ഫെബ്രുവരി 29 ജനിച്ചു. ഇന്ത്യയിലെ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളായിരുന്ന ഇദ്ദേഹം ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി കൂടിയാണ്. ഗാന്ധിയൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന ഇദ്ദേഹം ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ ചാൻസലർ കൂടിയായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമുക്കൊരു കവിത നിന്നുകൊണ്ട് ചൊല്ലി തന്നെ അവസാനിക്കും. പ്ലീസ്. എന്തായാലും യാഗം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്നിട്ട് യജ്ഞത്തിൽ വന്നു. മൊറാർജി ദേശായിയെ മനസ്സിൽ വിചാരിച്ചു. എന്തായിരുന്നു കിട്ടിയ വിഷയം? രാഷ്ട്രീയം എന്ന വിഷയത്തെ അധികരിച്ച ഒരാളിനെ ചിന്തിക്കാൻ നിർബന്ധിതമായപ്പോൾ മൊറാർജി ദേശായിയെ വിചാരിച്ചു. അതും നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. അതിലും ഒരു വ്യത്യസ്തത ഉണ്ട്. മാത്രമല്ല എനിക്കൊരു പുതിയൊരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കാനും പറ്റി. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ലീപ്പ് ഇയറിലാണ് എന്നുള്ളതിനെ കുറിച്ച്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്
ഒപ്പം ഞങ്ങളുടെ സ്നേഹോപം അല്ല അതവിടെ ഇരിക്കട്ടെ. ദിവ്യ, എനിക്ക് വയലാറിന്റെ ഒരു കവിത കേൾക്കണം. ഏത് ചൊല്ലാം? രാവണപുത്രി. രാവണപുത്രി. ശരി. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. രാമായണത്തിൽ രാവണൻ ശക്തനായ ഒരു കഥാപാത്രം. രാവണന്റെ 10 തലകൾക്കകത്തും 10 ഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ രാവണന്റെ 10 ചിന്തകൾ, 10 ചിത്തവൃത്തികളെല്ലാം 10 തലകളായി പലരും ഉപമിക്കാറുണ്ട്. നമ്മൾ ധൃതരാഷ്ട്രയെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു, യുൽസു എന്ന മകനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. രാവണന്റെ ജീവിതത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ രാവണൻ എന്ന കഥാപാത്രത്തിനെ കുറിച്ച് മനസ്സിൽ ഏറ്റവും കൂടുതൽ വേദന തോന്നിപ്പിക്കുന്നത് വയലാറിന്റെ രാവണപുത്രിയിൽ വേദവതിയിൽ തനിക്ക് ജനിച്ച മകളാണ് മൈഥിലി എന്ന് കമ്പരാമായണത്തിന്റെ പൊരുളിലൂടെ തിരിച്ചറിയുമ്പോൾ, ആ മകളെ ഒരു നോക്ക് കാണാനാണ് രാവണൻ അപഹരിച്ചത് എന്ന വൃത്താന്തങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ ഒടുവിൽ പറയുന്നു, അപ്പോഴും രാവണനുള്ളിൽ ഒരു അന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. മാറിൽ തുളഞ്ഞു കയറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന തന്റെ മകളാണു. ശുഭരാത്രി ഫ്രം